ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ്, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ് നിങ്ങളെ കാണുമ്പോൾ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇത് കളക്റ്റീവ് ആണ്, പിന്നെ ടൈംലെസ് ആണ്. പിന്നെ ഇത് ഞാൻ ഫയല് വെക്കുന്നില്ല, കളക്റ്റീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു എനർജിയുമായി നിങ്ങൾക്ക് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നുള്ളത്, ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ എനർജി ആയിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക, അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ ശരിക്കും ഒരു ഞാൻ പറയുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു എനർജി കണക്ഷൻ കൂടുതൽ ഉണ്ടാകും അവിടെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ, മറ്റുള്ളവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എന്നുള്ളതാണ്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. 9 of Pentacles, 3 of Pentacles, 5 of Cups, Star, 2 of Cups, Page of Pentacles, 8 of Wands, Knight of Wands, Queen of Wands, Ace of Pentacles, Chariot. ബോട്ടം 4 of Pentacles ആണ്. അപ്പോൾ ഇതില് ആദ്യം തന്നെ വന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മെച്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇമോഷണലി നിങ്ങൾക്ക് ചിലപ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം. പെട്ടെന്ന് കരയുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ മറ്റുള്ളവര് നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങൾ വളരെ മെച്യൂർഡ് ആണ്, നിങ്ങൾ എല്ലാവരോടും വളരെ സ്നേഹത്തിലായിരിക്കും പെരുമാറുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരെ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കോപ്പി ചെയ്യാൻ മറ്റുള്ളവർ പലരും ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. കാരണം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ശരിക്കും നല്ലൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും നിങ്ങൾ, വളരെ ഡൗൺ ടു എർത്ത് ആയിരിക്കും, വളരെ ശരിക്കും എല്ലാവരോടും ഒരു ഹമ്പിൾ ആയിട്ട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വളരെ സ്നേഹം, നിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും. ഈ ആദ്യ കാഴ്ചയിൽ തന്നെ അങ്ങനെ ഒരു സ്നേഹം തോന്നാനാണ് സാധ്യത. പിന്നെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും കാശുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് അവർ ചിന്തിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മതിയായ രീതിയിലുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ വളരെ ചിലപ്പോൾ എത്ര ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഫിനാൻഷ്യലി. യഥാർത്ഥത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങളെ കാണുന്ന സമയത്ത് ശരിക്കും നിങ്ങളിൽ ധാരാളം പൈസ ഉള്ള പോലെ അവർക്ക് തോന്നും. അങ്ങനെ കാശുള്ള ആൾക്കാരാണ്, ഭയങ്കര പണക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് തോന്നും. പിന്നെ 3 ഓഫ് പെന്റക്കിൾസ് ആണ്. പെട്ടെന്ന് നിങ്ങളോട് കൂട്ടുകൂടാൻ ആൾക്ക് ഇഷ്ടമാവുമെന്നാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ല തമാശ പറയുന്ന ആൾക്കാരായിരിക്കാം, വളരെ പ്ലസന്റ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഇതിൽ 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇമോഷണലി നിങ്ങൾ വളരെ ഡൗൺ ആയിരിക്കും, വളരെ വിഷമത്തിലായിരിക്കും. നിങ്ങൾക്ക് അത് നിങ്ങൾ ശരിക്കും അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ എന്നാണ്. നിങ്ങളുടെ ഇമോഷൻസ് പെട്ടെന്നൊന്നും നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ജോളിയായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പെയിൻ ഉണ്ടായിരിക്കാം, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങളോട് കൂട്ടുകൂടാനും നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാനും ഒക്കെ ആളുകൾ മത്സരിക്കുന്ന ഒരു
അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് നിങ്ങളെന്നാണ് കാണുന്നത്. സ്റ്റാർ ആണ്. അപ്പോ നിങ്ങൾ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ടൈപ്പിലുള്ള ആൾക്കാരാണ്. അത് ആഹ് നിങ്ങൾക്ക് കുറേയധികം കഴിവുകളുള്ള ആൾക്കാരാണ് നിങ്ങള്. ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തില് പെട്ടെന്ന് നിങ്ങളെ attract ചെയ്യും. കുറേയധികം ആൾക്കാരുണ്ടെങ്കിലും ചിലപ്പോ നിങ്ങളെക്കാളും നല്ലതായിട്ട് ഡ്രസ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം. കുറെ കൂടെ ചിലപ്പം beautiful ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരു ഒരു കുറച്ച് ആൾക്കാര് കൂടി നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു function പോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ പെട്ടെന്ന് നിങ്ങളായിരിക്കും അവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. സ്റ്റാർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ ശരിക്കും ബഹുമാനത്തോടും ആരാധനയോടും ഒക്കെ മറ്റുള്ളവർ കാണും. കാരണം ചിലപ്പോ നിങ്ങള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊക്കെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് ശരിക്കും അങ്ങനെ ഒരു സ്റ്റാർഡം ഉള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോ. അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളെ മറ്റുള്ളവര് വളരെ സ്റ്റാർ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഇത് ഈ സമയത്ത് ഒരു എനർജി ആണ് കേട്ടോ. ഇപ്പോഴത്തെ കാര്യാണ്. നിങ്ങൾ ചിലപ്പോ പാസ്റ്റിൽ ചിലപ്പോ ഇതിങ്ങനെ ആയിരിക്കണം എന്നില്ല. പാസ്റ്റിൽ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷെ പ്രസന്റില് ഇതാണ് കണ്ടീഷൻ. നിങ്ങളടുത്ത് കൂട്ടുകൂടാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. വളരെ ആരാധനയാണെന്നാണ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒരു നിങ്ങൾക്കൊരു പ്രത്യേക ചൈതന്യം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. എത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതല് നിങ്ങളൊരു ശരിക്കും നിങ്ങളൊരു ശ്രദ്ധാകേന്ദ്രം ആവും മറ്റുള്ളവരുടെ ഇടയില്. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. വളരെ happy ആണ് നിങ്ങളെന്നാണ് ഈ കാണുന്ന ആൾക്കാര് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ശരിക്കും ഇനി ജീവിതത്തില് ഒന്നും തന്നെ achieve ചെയ്യാൻ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടി. അങ്ങനത്തെ ഒരു attitude ആണ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ളതെന്നാണ് കാണുന്നത്. 2 of cups ന്റെ energy ആണ്. അപ്പൊ ശരിക്കും നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ എല്ലാവരും താല്പര്യപ്പെടും എന്ന് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. ആരും നിങ്ങളെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കൂടെ കൂടുമ്പം കുറേ സന്തോഷം കിട്ടും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് feel ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോ first time തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് ചിലപ്പോ തോന്നും. നമുക്ക് ഇപ്പൊ ഏറ്റവും stranger ആയിട്ടുള്ള ഒരാളായിരിക്കാം, first time ആയിരിക്കാം കാണുന്നത്. എന്നാലും എന്തോ ഒരു connection തോന്നും. അപ്പൊ അതുപോലെ നിങ്ങളോട് എന്തോ ഒരു soul connection പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ മറ്റുള്ളവർക്ക് അത് soul connection ആയിട്ട് മനസ്സിലാവൂല്ലെങ്കിലും എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. മറ്റുള്ളവരിൽ നിന്ന് എന്തോ ഒരു കാര്യം വ്യത്യസ്തമാണല്ലോ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു സ്നേഹം പെട്ടെന്ന് തോന്നും മറ്റുള്ളവർക്ക്. ഒരു ശരിക്കും ബാക്കി ആളുകളെ കാണുന്നത് പോലെ അല്ല നിങ്ങളെ കാണുന്നത്. വേറൊരു perspective ലൂടെ ആളുകൾ കാണും. അങ്ങനെയാണ്. പിന്നെ പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ചിലപ്പോ നിങ്ങൾ സ്വന്തമായിട്ട് earn ചെയ്യുന്നവരാണെന്നും financially നിങ്ങൾ വളരെ sufficient ആണെന്നും ഒക്കെയാണ് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത്. ചിലപ്പോ അത് നിങ്ങളുടെ dressing ആകാം, നിങ്ങളുടെ appearance ആകാം, attitude ആകാം. ചിലപ്പോ മറ്റുള്ളവരെ attract ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. already നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. അത് കാരണം ഒരു സ്റ്റാർ വന്നത് already നിങ്ങള് മറ്റുള്ളവര് സ്റ്റാർ ആയിട്ട് കാണുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാർഡം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോ നിങ്ങളുടെ ഓറ ശരിക്കും നല്ല ഒരു broad ആയിരിക്കാം നിങ്ങളുടെ ഓറ. അതുകൊണ്ടായിരിക്കും നിങ്ങളെ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പൊ സ്റ്റാർ വരുന്നത് അങ്ങനെയാണ്. പിന്നെ 8 of wands ആണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളവരാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. ഇപ്പൊ പാസ്റ്റിൽ നിങ്ങൾ എങ്ങനെയായിരുന്നാലും നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര ഭാഗ്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആളുകൾ ശ്രമിക്കും. അതാണ് ഈ 8 of wands വരുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ആളുകൾ മത്സരിക്കുന്ന ഒരു സമയമാണ് ആദ്യം കാണുമ്പോൾ തന്നെ. കാരണം അത്രയും happiness അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ കിട്ടും. അല്ലെങ്കിൽ എന്തോ ഒരു confidence, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടെന്ന് അവർക്ക് തോന്നും. പിന്നെ knight of wands ആണ്. നിങ്ങൾ ശരിക്കും ഒരു moody ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലായിരിക്കാം. നിങ്ങളൊരു അടിച്ചു പൊളിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കാം.
ചിലപ്പോ പുറത്ത് എന്ത് സോറി, അകത്ത് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ പുറത്ത് ആ ഒരു വിഷമവും നിങ്ങൾ കാണിക്കില്ല. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിരിക്കും. ഈ നെഗറ്റീവ് പാർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, അങ്ങനത്തെ ഒരു attitude ആണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അപ്പൊ മറ്റുള്ളവര് എന്ത് വിഷമത്തിലിരുന്നാലും നിങ്ങളുടെ ഒരു സംസാരമോ തമാശയോ ചിരിയോ ഒക്കെ കാണുമ്പോൾ അവരും ആ ഒരു എനർജിയിലോട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് തൽക്കാലത്തേക്കെങ്കിലും അവരുടെ വിഷമങ്ങളൊക്കെ മറന്നു പോകും. അപ്പൊ അങ്ങനെ മറക്കാൻ പറ്റിയ ഒരു ഹീലിംഗ് പവർ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ആക്ച്വലി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് നിങ്ങളിലേക്കൊരു ഒരു സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടി വരും. അങ്ങനത്തെ ഒരു അട്രാക്റ്റിംഗ് പവർ നിങ്ങൾക്കുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് വാൺസ് ഉണ്ട്. ഇതില് ഒരു കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് വാൺസും ഉണ്ട്. ഇപ്പോ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെ മെച്യൂർഡ് ആയ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല, ഇപ്പൊ നിങ്ങള് പറയുന്നത് ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊരു തോന്നലുണ്ടാവും മറ്റുള്ളവർക്ക്. ആദ്യത്തെ സംസാരത്തിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിങ്ങൾ കള്ളം പറയുന്ന ആൾക്കാരല്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം, പൊതുവേ നമുക്ക് ഒരാളിനെ കാണുമ്പോൾ ചിലപ്പോൾ ഇവര് പറയുന്ന ആദ്യത്തെ ആ ഒരു സംസാരത്തിൽ തന്നെ ഇവര് ഇത്തിരി പൊങ്ങച്ചമാണല്ലോ, അല്ലെങ്കിൽ ഇവര് പറയുന്നതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ആദ്യം തോന്നുന്നത് ഇവര് പറയുന്നത് ഭയങ്കര ജെന്യുവിൻ ആണല്ലോ എന്ന് തോന്നും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു വെച്ചുകെട്ടുകളൊന്നും ഇല്ലാതെ സംസാരിക്കുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ശരിക്കും ജെന്യുവിൻ ആണ് ഇവര്, ഭയങ്കര സത്യസന്ധയുള്ള ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. പിന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പെന്റക്കിൾസിന്റെ എനർജി കൂടുതലാണ്. 3 ഓഫ് പെന്റക്കിൾ, 9 ഓഫ് പെന്റക്കിൾ, പേജ് ഓഫ് പെന്റക്കിൾ, ഏസ് ഓഫ് പെന്റക്കിൾ. അപ്പൊ നിങ്ങളുടെ കൂടെ നിന്നാൽ ചിലപ്പോ കൂടുതൽ പൈസ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്ത മറ്റുള്ളവർക്ക് വരും. നിങ്ങൾ ധാരാളം പൈസ ഉള്ളവരാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ ഉള്ള പൈസയിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഒന്നും പറയാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും മറ്റുള്ളവരോട് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളതില് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി വളരെ സെറ്റപ്പിലാണ് എന്നൊരു തോന്നലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് തോന്നും. അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു ചാരിയറ്റാണ്. നിങ്ങൾ പറയുമ്പോ തന്നെ ആക്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പിന്നെ ആകട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ. അപ്പൊ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തോന്നും ഇവര് പറയുന്നതെല്ലാം ചെയ്യുമല്ലോ. ഈ ചാരിയറ്റ് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് ഈ ചാരിയറ്റ്. പിന്നെ 8 ഓഫ് വാൺസും അതാണ്. ഒരുപാട് ശരിക്കും താമസമൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ആ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ നിങ്ങൾ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവരത് മറന്നേ പോകും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. നല്ല എനർജി ഉള്ള ആൾക്കാരാണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാനൊക്കെ പെട്ടെന്ന് ആളുകൾ ആഗ്രഹിക്കും. ചിലപ്പോൾ അവർ വിചാരിക്കും, "ഓ, ഒരു ദിവസം ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയെങ്കിലോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് നിങ്ങളോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയെങ്കിലോ." കാരണം നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ ഒരുപാട് അട്രാക്ട് ചെയ്യുകയും ഒരുപാട് ഹീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഹീലർ ആണ്. അപ്പൊ നിങ്ങൾ ആൾറെഡി ഒരു ഹീലർ ആയിരിക്കാം. മറ്റുള്ളവര് എന്ത് കാര്യം പറഞ്ഞാലും, അവരുടെ എന്ത് വിഷമങ്ങൾ നിങ്ങളോട് പറഞ്ഞാലും അതൊരു ഹീലിംഗ് ഉണ്ടാകുമായിരിക്കാം. നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ആ സമയം തന്നെ അവർക്ക് ഹീൽ ആകുമായിരിക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടുതൽ അടുക്കുമ്പോൾ ശരിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു ആൾക്കാർ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പിച്ച് തോന്നും. കാരണം നിങ്ങൾ കള്ളം പറയുകയോ ചീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യൂല എന്ന് ആദ്യത്തെ ഒരു കാഴ്ചയിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സംസാരത്തിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. ഈ ഒരു ഈ ഇക്കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാര് വളരെ കുറച്ചാണെന്ന് മനസ്സിലാവും. അങ്ങനെ പിന്നെ പറഞ്ഞല്ലോ, ഒരു ശരിക്കും ഓറ, ശരിക്കും ബ്രോഡ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് നിങ്ങളെ പെട്ടെന്ന് ആളുകൾ അട്രാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പം ശരിക്കും നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ടെൻഷനിലായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകളിലായിരിക്കും, പ്രശ്നങ്ങളിലായിരിക്കും. പക്ഷെ മറ്റുള്ളവര് നിങ്ങളെ കാണുന്നത് വേറൊരു തരത്തിലാണെന്നാണ്. അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞാൽ പോലും അത് മറ്റുള്ളവർ വിശ്വസിക്കണം എന്നില്ല. അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ. കാരണം ഇതിനൊരു 5 ഓഫ് പെന്റക്കിൾസ് വന്നതുകൊണ്ടാണ്
ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയാൻ പോണില്ല എന്നാണ്. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ വിഷമം പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ നമുക്കുള്ള സമയം മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു സന്തോഷം കൊടുക്കാം, മറ്റുള്ളവർക്ക് എങ്ങനെ heal ചെയ്ത് കൊടുക്കാം, അങ്ങനെ ഒരു പിന്നെ ഒരു helping mentality ഉള്ള ആൾക്കാരാണ് നിങ്ങൾ already. അതങ്ങനെയാണ്. കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ്. കാരണം നിങ്ങളെ കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആക്യുറേറ്റ് ആയിട്ട് തോന്നിയാൽ ഇപ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നതെന്ന്. അപ്പം നിങ്ങൾ ഇത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.